കെ.സി. വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ പച്ചക്കള്ളം പറഞ്ഞു കെ. സുധാകരൻ. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് നിലനിർത്താനുള്ള അംഗബലം ഇപ്പോഴും കോൺഗ്രസിനുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചാൽ പകരം വേറൊരാളെ കോൺഗ്രസിന് അവിടെ നിന്ന് രാജ്യസഭയിൽ എത്തിക്കാനാകുമെന്നും സുധാകരൻ. കോൺഗ്രസിന്റെ വോട്ടിന്റെ ശതമാനം അനുസരിച്ചല്ലേ ഈ രാജ്യസഭ നമുക്ക് കിട്ടിയത്. സീറ്റ് നഷ്ടപ്പെടുകയൊന്നുമില്ല. സീറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ മൊത്തം നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് മൊത്തം പോകണം, നഷ്ടപ്പെടണം. നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നമ്മുടെ സീറ്റ് നമുക്ക് അവിടെ ഉണ്ട്. ആ സീറ്റ് വെച്ച് നമുക്ക് വേണുവിൻ്റെ സീറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ. പാർലമെന്റിലെ കോൺഗ്രസ് എംപിമാരുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും കെ. സുധാകരൻ പറഞ്ഞു. പാർലമെന്റിലെ പ്രവർത്തനം മികച്ചതാക്കാനാണ് കെ.സി. വേണുഗോപാലിനെ കൊണ്ടുവരുന്നതെന്നും സുധാകരൻ. പാർലമെന്റിൽ നല്ല കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന് അനിവാര്യമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ നമുക്കൊരു പ്രതിപക്ഷം എന്ന നിലക്ക് വേണ്ടത്ര കരുത്ത് കാണിക്കാൻ സാധിക്കാറില്ല. കാരണം അതിനുള്ള നേതൃത്വം അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നേതൃത്വം ആവശ്യമാണ്. അത് ഇത്രയും കാലം ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത് എല്ലാ ആളുകളുടെ മനസ്സും പിടിച്ചു വരുത്തോണ്ടാണ് വേണു അതിന് പ്രാപ്തനാണ്. അതുകൊണ്ട് തന്നെ വേണു പാർലമെന്റിൽ വേണം. അത് ഞങ്ങൾ എല്ലാവരുടെയും ആവശ്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചേരുകയാണ്. നൃപൻ, കെ.സി. വേണുഗോപാലിന്റെ വരവ് സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വരികയാണ്. കാരണം ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അവിടുന്ന് ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകും. ഇപ്പോഴത്തെ അംഗബലം വച്ച് അവിടെ ഇനിയൊരു സീറ്റ് ജയിക്കാൻ കോൺഗ്രസിന് പാടാണ്, ആ സീറ്റ് ഒഴിവ് വന്നാൽ. അപ്പോൾ പക്ഷേ കെ. സുധാകരൻ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമില്ല. പകരം അവിടെ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചാൽ രാജസ്ഥാനിൽ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടില്ല, അവിടെ നിന്ന് കോൺഗ്രസിന് മറ്റൊരാളെ വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ്. അത് വസ്തുതയാണോ? നമുക്ക് രണ്ട് ഘട്ടമായിട്ടെടുക്കാം, രണ്ട് വാക്കുകൾ. മനു, നമുക്ക് കഥയിൽ ചോദ്യമില്ല എന്ന് പറയും. അതായത് നമുക്ക് പച്ചക്കള്ളം പറഞ്ഞിരുന്നാലും അതിനകത്തൊരു ലോജിക്ക് വേണം. അതാണ് KPCC അധ്യക്ഷനായ കെ. സുധാകരൻ എന്തുമാത്രം അരാഷ്ട്രീയപരമായിട്ടാണ് തുടർച്ചയായി മറുപടികൾ പറയുന്നതെന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. രാജ്യസഭയിൽ എങ്ങനെയാണ് കെ.സി. വേണുഗോപാലിന് 2.5 കൊല്ലത്തിലധികം അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ആ പദവിയിൽ നിൽക്കുമ്പോൾ തന്നെ ആലപ്പുഴയിൽ വന്ന് പാർലമെൻറ്റിൽ മത്സരിക്കുന്നത്. അദ്ദേഹം ആലപ്പുഴയിൽ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് രാജ്യസഭയിലെ ഒരു സീറ്റ് നഷ്ടമാകും. ഇപ്പോൾ രാജസ്ഥാനിലെ സ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഭൂരിപക്ഷം ഇപ്പോഴും കോൺഗ്രസിനുണ്ട് എന്ന് സുധാകരൻ പറയുന്നു. സുധാകരന് അത് അറിയാത്ത ആളല്ല. കാരണം സുധാകരൻ KPCC അധ്യക്ഷനാണ്. പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാൻ, താൽക്കാലികമെങ്കിലും കബളിപ്പിക്കാൻ. കാരണം LDF ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉയർന്ന ആലപ്പുഴയിൽ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ രാജ്യസഭാ അംഗമായി കെ.സി. വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നത്? രാജ്യസഭയിൽ ഇപ്പോഴുള്ള ഗതികൾ അറിയാം. BJPയുടെ അവിടെ ഭൂരിപക്ഷം BJPക്ക് ഇല്ല. ആ ഭൂരിപക്ഷത്തിൻ്റെ കേവലം 4 സീറ്റ് മാത്രമാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ കൂടി ആ സീറ്റ് ഒഴിയുകയാണെങ്കിൽ 3-ലേക്ക് വരും. BJP ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തും. പല പ്രധാനപ്പെട്ട നിർണായകപരമായ പല ബില്ലുകളെ സംബന്ധിച്ചും നമുക്ക് രാജ്യസഭയിൽ എതിർക്കാൻ കഴിയുന്നത് അവിടെ BJPയുടെ ഭൂരിപക്ഷ കുറവുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ കെ.സി. വേണുഗോപാൽ എന്തിന് മത്സരിക്കാൻ വരുന്നു എന്ന ന്യായമായ ചോദ്യത്തിന് ഒരു പച്ച കള്ളമാണ്, ഒരു തരത്തിലെ ലോജിക്കുമില്ലാത്ത കള്ളമാണ് കെ. സുധാകരൻ പറയുന്നത്. കെ. സുധാകരൻ പറയുന്നത് ഈ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്നല്ലേ രാജ്യസഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ കെ.സിക്ക് വിജയിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷം ഇപ്പോഴും രാജസ്ഥാനിലുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏത് തരത്തിലെ ലോജിക്കാണ് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ വ്യക്തമാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞിരുന്നതാണ്, വാർ റൂമിൻ്റെ ഇന്ത്യയിലാകമാനം ഇന്ത്യയിലെ കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം തയ്ക്കാൻ, അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ കെ.സി. വേണുഗോപാലാണ് ഇപ്പം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉന്നം എന്താണ്, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരാണ് എന്ന ചോദ്യം ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മറുപടി പറയാൻ കഴിയാത്ത ഒരു ചോദ്യം കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഇത്തരത്തിൽ ഒരു പച്ചക്കള്ളം നിലവിലെ KPCC അധ്യക്ഷൻ, അദ്ദേഹം കണ്ണൂരിലെ സ്ഥാനാർത്ഥി കൂടിയാണ്, അദ്ദേഹം നിലവിലെ പാർലമെൻറ്റ് അംഗമാണ്, ഈ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സ്ഥിതിവിധികളും കണക്കുകളും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം എന്തിനാണ് ഈ പച്ചക്കള്ളം പറയുന്നത്? ജനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഘട്ടത്തിൽ രാജ്യസഭയുടെ അംഗങ്ങളുടെ എണ്ണം, ഒപ്പം തന്നെ രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി, അവിടെ നിന്ന് അടുത്തൊരു മത്സരം വന്നു കഴിഞ്ഞാൽ എങ്ങനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത്തരം ഒരു പച്ചക്കള്ളം KPCC അധ്യക്ഷൻ കെ. സുധാകരൻ പറയുന്നത്. എത്ര കണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നു എന്നതിൻ്റെ മറുപടിയാണ് അദ്ദേഹത്തിന് ലോജിക്കില്ലാത്ത ഇത്തരത്തിലുള്ള പച്ചക്കള്ളം പറയേണ്ടി വരുന്നത്. മനു, ഇനി അതിൻ്റെ രണ്ടാമത്തെ വാക്കുകളിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത് നുണയാണെങ്കിൽ, ഇപ്പോൾ അങ്ങനെ തന്നെ പറയാം, കള്ളമാണെങ്കിൽ. പക്ഷേ രണ്ടാമത് അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് വസ്തുതയുണ്ട് നൃപൻ. അദ്ദേഹം പറഞ്ഞ എന്താണ്, കോൺഗ്രസിൻ്റെ MPമാരുടെ ഇപ്പോഴത്തെ പ്രവർത്തനം അത്ര കാര്യക്ഷമമല്ല പാർലമെൻറ്റിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഇവിടെ പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു വിഷയം അതുതന്നെയാണ്. കാരണം ഈ നിർണായക സമയത്തൊന്നും ഇവർ കൃത്യമായ രീതിയിൽ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ രാമക്ഷേത്ര വിഷയത്തിലടക്കം പാർലമെന്റിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഏറ്റവും അവസാനം നടന്ന അതാണല്ലോ. അതിലടക്കം സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടതാണ്. അതായത് സുധാകരൻ തന്നെ സമ്മതിക്കുകയാണ്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം പാർലമെന്റിൽ ശരിയായ രീതിയിലായിരുന്നില്ല എന്ന്. ഇനി അതൊരു നേതൃത്വത്തിൽ കെ സി വേണുഗോപാൽ വരണോ വേണ്ടോ എന്നുള്ള മറ്റൊരു കാര്യം, എന്തായാലും അത് പറഞ്ഞു വെക്കുന്നുണ്ട്. മനു, കേരളത്തിൽ നിന്ന് 18 പേരെ എന്തിനാണ് UDFിൻ്റെ പ്രതിനിധിയിലായി തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയച്ചത് എന്നത് ഇടതുപക്ഷം ചോദിക്കുന്ന ചോദ്യമാണ്. മനു പറഞ്ഞതുപോലെ ഈ പ്രാണപ്രതിഷ്ഠയാകട്ടെ, കേരളത്തിൻ്റെ സാമ്പത്തികമായി കേന്ദ്രം തകർക്കുന്ന നടപടിയാകട്ടെ, കേരളത്തിന് അർഹമായ വിഹിതം തരാത്തതാകട്ടെ, ഈ പറഞ്ഞ വയനാട്ടിലെ വന്യജീവി മനുഷ്യ സംഘർഷമാകട്ടെ, ഇത്തരം വിഷയങ്ങളിലൊക്കെ പാർലമെൻറ്റിലും ലോക്സഭയിലും ഒക്കെ തന്നെ രാജ്യസഭയിലും ഉന്നയിക്കേണ്ടവർ എന്താണ് കോൺഗ്രസിൻ്റെ അംഗങ്ങൾ, UDF അംഗങ്ങൾ ചെയ്തത് എന്ന ചോദ്യം ഇടതുപക്ഷം ചോദിക്കുമ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നുണ്ട് കാര്യക്ഷമമായിരുന്നില്ല. പിന്നെ ഈ 18 പേര് എന്തിനാണ് പോയെന്ന ചോദ്യം, അടുത്ത ചോദ്യം ന്യായമായും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കില്ലേ? അതല്ല LDF ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയാണ് കാര്യക്ഷമമല്ല. പാർലമെൻറ്റിൽ ഈ പറഞ്ഞ ഈ സുധാകരൻ അടക്കമാണ് തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിൽ പോയത്. എന്തുമാത്രം പ്രതീക്ഷിച്ചാണ് രാജ്യത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, അതിനുവേണ്ടി ഒരംഗമെങ്കിലും ഒരംഗത്തെ ജയിപ്പിക്കുക എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് BJPയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം 18 ഈ പറഞ്ഞ ആ ഘട്ടത്തിൽ വിജയിപ്പിച്ചവരെ അയച്ചു. ആ അയച്ച പാർലമെൻറ്റ് അംഗങ്ങൾ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങൾ മോശമായിരുന്നു, തങ്ങൾ പരാജയമായിരുന്നു എന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ പറയുകയാണ്. അത് പരാജയമായിരുന്നു, കാര്യക്ഷമമായില്ല. കാര്യക്ഷമമായി പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾക്കായില്ല. അത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു നേതൃത്വം പാർലമെൻറ്റിലായിരുന്നു. അത് ആരെ പരാജയമാണ്? അത് കോൺഗ്രസിൻ്റെ പരാജയമല്ലേ എന്ന കാര്യം ഈ രാഹുൽ ഗാന്ധിയും ഈ ദേശീയ നേതൃത്വമൊക്കെ അതിന് മറുപടി പറയണ്ടേ? ഈ സുധാകരൻ എന്തിനാണ് പോയത്? അദ്ദേഹം കാര്യക്ഷമമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് ഈ സുധാകരൻ എന്തിനാണ് പോയത് എന്ന് നിർമ്മൻ ചോദിക്കുമ്പോൾ, പണ്ട് കണ്ണൂരിൽ വെച്ച് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേ വിഷയം മാധ്യമപ്രവർത്തകർ, എനിക്ക് തോന്നുന്നു സന്തോഷാണ് ചോദിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞങ്ങൾ പിന്നെ അവിടെ പോയി കിളക്കണമായിരുന്നോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും അത് ഈ KPCC അധ്യക്ഷൻ ഈ പറയുന്ന മറുപടിയിൽ സാധാരണ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ എങ്ങനെയാണ് അത് കേട്ടുകൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുക? അപ്പോൾ മനു ചോദിച്ച ചോദ്യമാണ്. കാരണം നമ്മൾ കണ്ണൂരിൽ നമ്മുടെ റിപ്പോർട്ടർ സന്തോഷിനെ ചോദിച്ചപ്പോൾ പാർലമെൻറ്റിൽ പോയി നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത്, നമ്മൾ കളയ്ക്കാൻ പോകണമെന്ന് ഒറ്റ മറുപടിയാണ്. അത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം ഈ വിഷയം കാണുന്നത്. രാജ്യം, പ്രത്യേകിച്ച് സംസ്ഥാനം ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, രാജ്യം വർഗീയമായി വിഘടിക്കുമ്പോൾ, പ്രാണപ്രതിഷ്ഠയുള്ള രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, പ്രധാനമന്ത്രി അതിന് നേതൃത്വം നൽകുമ്പോൾ, ഇത്രയും വല്ല പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പാർലമെൻറ്റിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യുക എന്ന ചോദ്യമാണ് കൈരളിയുടെ റിപ്പോർട്ടർ അദ്ദേഹത്തിനോട് ചോദിച്ചത്. അപ്പം നമ്മൾ അവിടെ പോയി കളയ്ക്കണമെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അതേ KPCC അധ്യക്ഷൻ പറയുകയാണ് കാര്യക്ഷമമായിരുന്നില്ല, നമുക്കൊരു നേതൃത്വമില്ലായിരുന്നു. അതുകൊണ്ട് KC വേണുഗോപാലിനെ പോലെ ഒരാൾ ഇനി ജയിച്ച് പാർലമെൻറ്റിൽ എത്തിയ ശേഷമേ നമ്മളിനി നമ്മളെ പ്രവർത്തനങ്ങളും ഒക്കെ കാര്യക്ഷമമാക്കുക, അതിനുശേഷം നമ്മൾ പ്രതികരിക്കുമെന്നാണ്. പക്ഷേ ഈ 5 വർഷം എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾ ചെയ്തിരുന്നു എന്ന ചോദ്യം ന്യായമായി തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും. ഇതൊക്കെ ജനങ്ങൾ കാണും, വിലയിരുത്തും. LDF കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പാർലമെൻറ്റ് കൺവെൻഷനിലൊക്കെ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി കൂടിയാണെന്ന് സുധാകരൻ്റെ കുറ്റസമ്മതം. മുഖ്യമന്ത്രി ചോദിച്ചു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു പോയവർ കേരളത്തിന് വേണ്ടി എന്താ പറഞ്ഞത്? വയനാട് വന്യജീവി മനുഷ്യ സംഘർഷത്തിന് എന്ത് നിലപാട് സ്വീകരിച്ചത്? ഈ പാർലമെൻറ്റിനകത്ത് ഏതെങ്കിലും ബില്ല് കൊണ്ടുവരാൻ, ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായോ? ഈ പറഞ്ഞ രാജ്യസഭയിൽ നിങ്ങൾ ഈ വിഷയങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായോ? കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ എന്താണ് നിലപാട് സ്വീകരിച്ചത് എന്ന ചോദ്യം ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയും കുറ്റസമ്മതവും കൂടിയാണ് സുധാകരൻ നടത്തുന്നത്. രണ്ടാമത്തെ വ്യക്തമാണ്. ഏതായാലും അത് വളരെ വ്യക്തമാണ്. കെ സുധാകരൻ്റെ വിചിത്രമായ മറുപടികളാണ് നമ്മളിപ്പോൾ കണ്ടത്. KC വേണുഗോപാലിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നൽകിയത്.